ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സീ ഫുഡ് ബക്കറ്റാണ്. സീ ഫുഡ് ബക്കറ്റിന് മെയിനായിട്ട് 4 തരം ഫിഷാണ് വേണ്ടത്: ഞണ്ട്, കൂന്തൽ, കല്ലുമ്മക്കായും ചെമ്മീനും. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയിട്ടാകുമ്പോൾ അവിടെ അളമ്പൊക്കെയും കണ്ടു. അപ്പോൾ ഞാൻ അതും കൂടി വാങ്ങിച്ച്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഫിഷ് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ ഞണ്ടാണ് ഫസ്റ്റ് ക്ലീൻ ആക്കുന്നുള്ളത്. പിന്നെ ചെമ്മീൻ എൻ്റെ ചെറുതായതുകൊണ്ട് ഞാൻ തല എടുക്കുന്നില്ല. വലിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ നമുക്ക് തലയെല്ലാം എടുക്കാം, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. പിന്നെ കൂന്തലും ക്ലീൻ ആക്കിയിട്ട് എടുത്ത്, എന്നിട്ട് കല്ലുമ്മക്കായ് പിന്നെ ക്ലാംസും ക്ലീൻ ആക്കി ഈ ഫിഷെല്ലാം ക്ലീൻ ആക്കി മാറ്റി വെക്കാം. ഇനി കറിയിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ 3 ഉള്ളി, 3 തക്കാളി, 2 പച്ചമാങ്ങ, പിന്നെ പൊട്ടറ്റോവും, പിന്നെ കോണും, പിന്നെ കുറച്ച് ഗാർലിക്കും എടുത്തിട്ടുണ്ട്. പിന്നെ കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് മീതെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിച്ചപ്പും സ്പ്രിംഗ് ഓണിയനും കൂടി ആവശ്യമുണ്ട്. പിന്നെ ഈ കറിൻ്റെ ഒക്കെ തന്നെ കുറച്ച് സോസും സ്പൈസസും എല്ലാം ആഡ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് കറി എങ്ങനെ പ്രിപ്പയർ ആക്കാൻ നോക്കാം. ഫസ്റ്റ് ഒരു വലിയ പാത്രത്തിൽ ഇതുപോലെ നമ്മൾ നേരത്തെ കഴുകി വെച്ച ഫിഷ് എല്ലാം ഇട്ട് കൊടുക്കണം. ഫിഷെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കോണും പൊട്ടറ്റോവും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇനി ഗ്രേവി ഉണ്ടാക്കാനായിട്ട് വേറെ പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടറെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് ഗാർലിക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് തക്കാളിയും പച്ചമാങ്ങയും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലോണം ഉടഞ്ഞു വരണം. അതിനുശേഷം നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചില്ലി പൗഡറും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്കാണ്. ഇപ്പം ഞാനിവിടെ പൗഡറാണ് യൂസ് ആക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാലും യൂസ് ആക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഉടച്ചെടുത്ത് ഈ തക്കാളിയും ഉള്ളിൻ്റെ മിക്സ് എന്ത് ചെയ്യുക, ഒരു ജാറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ബ്രോത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ആ വെള്ളമില്ലേ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് മിക്സിയിലിട്ട് നല്ലോണം അരക്കുക. അരച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി സോസും സോയാ സോസും പിന്നെ കുറച്ച് കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണം. സോസെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഗ്രേവിയിലേക്ക് കോക്കനട്ട് മിൽക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഈ ഗ്രേവിയിലേക്ക് ബോയിൽ ചെയ്തെടുത്ത ഫിഷും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ്. ഇനി ഈ ഗ്രേവിൻ്റെ എമൗണ്ട് ഒന്ന് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ച് കുറയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താക്കണം, നമ്മൾ ആ ഫിഷ് ബ്രോത്തില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫിഷിലേക്ക് ഗ്രേവി പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം ഇനി തിളപ്പിക്കാൻ വെക്കണം. ഇനി ഇത് മല്ലിച്ചപ്പും സ്പ്രിംഗ് ഓണിയനും വെച്ച് നല്ലോണം ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഒരു വാഴയില കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊറോട്ട ഇട്ടിട്ട് പിന്നെ ഈ കറി ഒഴിച്ചു കൊടുക്കലാണ്. ഇങ്ങനെ കേട്ടോ ഹോട്ടലിലുള്ള സെർവ് ചെയ്യല്. അപ്പം ഞാനും ആ രീതിയിൽ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.